വിസ്മയത്തെക്കുറിച്ച് പറയുന്നു. വിസ്മയം ഉണ്ടായതുകൊണ്ടല്ലേ 3 വട്ടം CPM-ന്റെ MLA ആയിരുന്ന ജയിന്റ് കില്ലർ ഐഷ പോറ്റി ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നു. ഇനി അത് മാത്രമാണോ? അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ വിസ്മയം ബീഹാറിലാണ് സംഭവിക്കുന്നത്. ഞാൻ അരുണെ ഒരു വാദത്തിനോ തർക്കത്തിനോ ഒന്നും വേണ്ടിയല്ല. പിണറായി വിജയനോടൊപ്പം 15 കൊല്ലം MLA ആയിരുന്ന രാജേന്ദ്രൻ ഈ മലയോരത്ത് ഇപ്പോൾ BJPക്ക് വേണ്ടി വോട്ട് പിടിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം. ചാനൽ ചർച്ചയിൽ ഒരു കാലത്ത് ഞങ്ങൾ ബഹിഷ്കരിച്ചതാ ശ്രീ റെജി ലൂക്കോസുമായിട്ട്. കാരണം അതുപോലെ കോൺഗ്രസിന്റെ നേതാക്കളെ ചീത്ത വിളിക്കുന്നതായതുകൊണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വ്യക്തിപരമായിട്ട് വളരെ സൗഹൃദമുള്ള ആളാണ്. അദ്ദേഹം ഇപ്പോൾ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഹസ്കർ നിങ്ങളുടെ ഇടതുപക്ഷ സഹയാത്രികനായി എല്ലാ ചാനൽ ചർച്ചയിലും വന്നുകൊണ്ടിരുന്ന നിങ്ങളുടെ കാൽച്ചുവട്ടിൽ കേരളത്തിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നിങ്ങൾ കാണാതെ നിങ്ങൾ ഇപ്പോഴും ഈ അന്ധമായ കോൺഗ്രസ് വിരോധം ബീഹാറിൽ ഞങ്ങളുടെ 6 MLA-മാര് JDU-വിന്റെ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ കേരളത്തിൽ ഇപ്പോ പറഞ്ഞല്ലോ 81 അസംബ്ലി മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം. നിങ്ങൾ ലോകത്തിന് മാതൃക എന്നല്ലേ കേരളത്തെ വിശേഷിപ്പിക്കുന്നത്, അല്ലാതെ ഇന്ത്യക്ക് മാതൃകയല്ലോ. ലോകത്തിന് മാതൃകയായ കേരളത്തിൽ കേരളത്തിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടപടലം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഇതെല്ലാം ഞങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരുത്താനായിട്ട് ഇനി ആളുകളുടെ വീട്ടിൽ കൂടെ കയറിയ ഇതൊരു തമാശയായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത്. നിങ്ങളുടെ ഈ ഗ്രഹസമ്പർക്ക പരിപാടി ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നടത്തി. നിങ്ങൾ ഭൗതിക യാഥാർത്ഥ്യത്തിലേക്ക്, വർത്തമാനകാല യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ വാ. ആ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം ഞങ്ങൾ 40-80 ആയി. അത് എന്താ പറഞ്ഞ ത്രിതല തെരഞ്ഞെടുപ്പിൽ കണ്ടല്ലോ. സാധാരണഗതിയിൽ കേരളത്തിലെ എല്ലാ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും അത് 2010 അതിന് വ്യത്യസ്തമായിട്ടുള്ള കാലം വന്നത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിനാണ് ഭരണം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. കാരണം ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ എന്താ പറയുക കേഡർ പാർട്ടി സംവിധാനവും പ്രാദേശിക തലത്തിൽ ജയിക്കാനുള്ള നീക്കുപോക്കുകളൊക്കെ നടത്താനുള്ള അവരുടെ പ്രാപ്തി അതൊന്നും ഞങ്ങൾ കുറച്ച് കാണുന്നില്ല. പക്ഷേ 10 കൊല്ലമായി കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന ഇന്ത്യയിലെ അല്ല ലോകത്തിന് മാതൃകയായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ സൂചിപ്പിച്ച വികസനത്തെക്കുറിച്ച് ജനങ്ങളുമായിട്ട് സംവദിക്കുമ്പോൾ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ടായ പരാജയം അത് വരാൻ പോകുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ദിശാസൂചികയാണ്. അത് ശ്രീ അരുൺകുമാറിനെ പോലുള്ള ആളുകൾക്ക് അതിപ്പോഴും ബോധ്യപ്പെടില്ല. നിങ്ങൾ ബീഹാറിൽ കോൺഗ്രസ്സുകാരൻ അവിടെ മാറിയത് ഇവിടെ മാറിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ 15 കൊല്ലം പിണറായി വിജയന്റെ കൂടെ MLA ആയിരുന്ന ആള് ഈ മലയോരത്ത് BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ കൂടെ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പലരും മാറുന്നു. കൊല്ലത്തെ ഒരു പാർട്ടി പ്രതിനിധി സമ്മേളനത്തിൽ ചോദിച്ചത് സാംബശിവന്റെ കഥാപ്രസംഗം കേട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായതാ, ഞാനിത് അവസാനിപ്പിക്കുന്നു എന്ന ഒരു ജില്ലാ കമ്മിറ്റി അംഗം പറയുന്നത്. അവിടെ വരെ എത്തി നിൽക്കുന്നു നിങ്ങളുടെ പാർട്ടി. ഇപ്പൊ നമ്മുടെ ചർച്ച അതല്ല. നമ്മുടെ ചർച്ച കേരള കോൺഗ്രസുമായിട്ടുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞങ്ങൾ പറയുന്നു അവർ കൂടി വന്നാൽ ഞങ്ങൾക്ക് ഇപ്പോഴുള്ളതിൽ നിന്ന് കുറച്ചുകൂടി മെച്ചമായി അങ്ങ് സൂചിപ്പിച്ച ഏറ്റുമാനൂർ സീറ്റ് പോലുള്ള, കുട്ടനാട് സീറ്റ് പോലുള്ള സീറ്റുകളിൽ അവർക്ക് കുറച്ച് വോട്ടുണ്ട്. ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ചിലപ്പോൾ അവർക്ക് സിന്ദാബാദ് വിളിക്കാൻ തെരുവിലിറങ്ങാൻ ആളുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രകടനത്തിന് ആൾ കുറവായിരിക്കാം. പക്ഷേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ KM മാണി വികാരം പേറുന്ന കുറെ ആളുകൾ വോട്ടർമാരുണ്ട്. അവർ കൂടി ഞങ്ങളോടൊപ്പം വന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്ന് അത് 100, 110, 117 വരെ ഞങ്ങൾ കേരളത്തിൽ ജയിച്ച ഒരു കാലഘട്ടം ഉണ്ടല്ലോ 1977 അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ കുറച്ചുകൂടി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഞങ്ങളുടെ DNA-യുമായി ചേരുന്ന ഒന്നും ഏതാണ്ട് 50 കൊല്ലക്കാലം UDF-നോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ മാണി സാറിന്റെ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയിലേക്ക് മുന്നണിയിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇനി അവർ വരുന്നില്ല എന്നതുകൊണ്ട് ഞങ്ങൾ അവരുടെ പുറകെ ഒന്നും നടക്കാൻ പോകുന്നില്ല.